അയ്യാ വണക്കം. രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ ടെൻഡൽ തുടരുകയാണ്. ഇന്ത്യക്കെതിരെ നിലനിൽക്കുന്ന എല്ലാ ആൾക്കാരെയും കണ്ടു മെഴുകി കാല് പിടിച്ച് ഇന്ത്യയെ മുഴുവനായി നാണം കെടുത്തി നാറ്റിച്ച് പണ്ടോരെ ഉടക്കിയ ശേഷമേ ഈ വേട്ടാവളിയൻ തിരിച്ചു വരികയുള്ളൂ എന്ന് പ്രതിജ്ഞ എടുത്ത മനസ്സാ രാഹുൽ ഗാന്ധിയുടേത്. അത് നമുക്ക് തിരുത്താൻ പറ്റില്ല പ്രഭേ എന്ന് പറയുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ആൾക്കാരുടെ അടുത്ത് നിന്ന് യോഗ്യമായിട്ട് നിന്ന് പല കാര്യങ്ങളും കച്ചവടങ്ങളും ഉറപ്പിച്ച് നമ്മുടെ രാജ്യമാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് അവിടെയുള്ള ആൾക്കാരുടെ ഷേക്കൻഡും കൊടുത്ത് അവന്മാരുടെ നമ്മുടെ തോളിലും കൈയിട്ട് ഫോട്ടോ എടുത്ത് അത് അവന്മാർ തന്നെ പറയുന്നതാണ് എനിക്കൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന്. അങ്ങനെ എടുത്ത് ആ ലെവലിൽ രാജ്യത്തെ കൊണ്ടുവരുമ്പോഴാണ് ഇവിടെ നിന്ന് ഒരുത്തൻ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവിടെയുള്ള സകല ഇന്ത്യ വിരുദ്ധന്മാരെയും പാക് ചാരന്മാരെയും കണ്ട് അവരുടെ കയ്യും കാലും പിടിച്ച് അവരുമായിട്ട് ഇരുന്ന് മണ്ടത്തരങ്ങൾ പറഞ്ഞ് ആ മണ്ടത്തരങ്ങൾ ലോകം മുഴുവൻ ഏറ്റെടുത്ത് പാകിസ്ഥാൻ മാധ്യമമൊക്കെ രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനം ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി അവിടെ തെണ്ടിത്തിരിയുന്നത്. രാഹുൽ ഗാന്ധി മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ പുറകെ പോയിരിക്കുന്ന ആൾക്കാരുടെ പേരാണ് നമ്മുടെ MK സ്റ്റാലിൻ. അയ്യോ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഭാര്യയും മക്കളുമായിട്ട് ചുമ്മാ ഡിസ്നി വേൾഡിൽ റൈഡിൽ കയറാൻ പോയതാ എന്നാണ് അവന്മാരൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ DK ശിവകുമാർ, അതും തെറ്റിദ്ധരിക്കല്ലേ, എൻ്റെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സന്ദർശനമാണ്, വേറെ ഒരു ഉദ്ദേശവും അതിൻ്റെ പുറകിലില്ല എന്നാണ് അവന്മാർ പറഞ്ഞിരിക്കുന്നത്. അത് പോരാത്തതിന് വേറെ 2 വേട്ടാവളിയന്മാരും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 5 പേരാണ് രാഹുൽ ഗാന്ധിയിലൂടെ പോയിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ രാഹുൽ ഗാന്ധിയിലൂടെ അല്ല പോയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പോയ ആ സമയത്ത് എന്തൊരു അത്ഭുതം, എങ്ങനെയോ ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടു എന്നാണ് ഇവറ്റാളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ പാക് മാധ്യമങ്ങളടക്കം ആഘോഷിക്കുന്ന, അമേരിക്ക അടക്കം ആഘോഷിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിശ്വവിഖ്യാതമായിട്ടുള്ള മണ്ടത്തരങ്ങളിൽ ഒന്ന് ഏതാണെന്ന് അറിയാമോ? ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യമില്ല. ഫ്രഷ് സാധനമാണ്. പക്ഷെ അത് രാഹുൽ ഗാന്ധി പറയുമ്പം മാധ്യമങ്ങൾ ആഘോഷിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇവിടെ സിഖുകാർക്ക് തലയിൽ ടർബൻ കെട്ടാനുള്ള അവസരമുണ്ടോ എന്നാണ്. ടർബൻ കെട്ടാനുള്ള അവസരം ഇല്ലായിരുന്നു. അത് എപ്പോഴായിരുന്നു? ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന കാലത്തായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു വിഷയമേ രാജ്യത്തില്ല. ഇവിടെ എവിടെയെങ്കിലും ഒരു സിഖുകാരന്റെ തലപ്പാ വഴിക്കുന്ന ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അവിടെ പോയി പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ അന്തഛിദ്രമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ സെലൻസ്കി ആയിട്ടുള്ള രാഹുൽ ഗാന്ധി. തലയിൽ ടർബൻ കെട്ടാനുള്ള അവസരമില്ല, സിഖുകാർക്ക് മടിയിൽ വാള് വയ്ക്കാനുള്ള അവസരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. മാനവും നാണവും ഉള്ള ആൾക്കാർ ഇതൊന്നും പറയില്ല. സ്വന്തം അമ്മുമ്മേരെ കുറച്ച് ചരിത്രം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും യഥാർത്ഥത്തിൽ സിഖ് കലാപം എന്താണ്, അതിനുശേഷം വന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്താണ്, അതിനുശേഷം അമൃത്സറിൽ വരെ ഇവിടെയുള്ള ആൾക്കാർ കയറി അവിടെയുള്ള സിഖുകാരെ മുഴുവൻ പിടിച്ച് കശാപ്പ് ചെയ്ത കഥ നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാന്നുള്ള കാര്യമാണ്. അപ്പൊ എന്തൊരു നാണവും മാനവും ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയുമെന്നാണ് നമ്മൾ ആലോചിക്കണം. അല്ല, വേറൊരു കാര്യമുണ്ട്. കാരണം നാണവും മാനവും ഉണ്ടെങ്കിൽ ഇത് പറയും എന്നല്ല, ഇത് പറഞ്ഞാൽ ഇവിടെ വിശ്വസിക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കാരണം പുതുതലമുറ ഇവിടെ നാമ്പിട്ട് വരികയാണല്ലോ. ആ പുതുതലമുറ ഇവിടെ നാമ്പിട്ട് വരുമ്പോൾ യഥാർത്ഥത്തിൽ അവര് ഇപ്പൊ 15 വർഷമായി, അതായത് ഇനി ഒരു 4 വർഷം കൂടെ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 4.5 വർഷം കൂടെ കഴിഞ്ഞാൽ നരേന്ദ്രമോദി 15 വർഷത്തിലേക്ക് കടക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ പൂർണ്ണമായിട്ടും കഞ്ഞി വോട്ടർമാർ ഇവിടെ കൂടും. അങ്ങനെ കൂടുമ്പോൾ ഇവര് ഈ കോൺഗ്രസിന്റെ അട്രോസിറ്റീസ് ഒന്നും കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ കാലത്ത് ഇവര് ജീവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാനൊക്കെ കോൺഗ്രസിന്റെ കാലത്ത് നിന്ന് വളർന്നു വന്ന ഒരു പ്രോഡക്റ്റ് ആണ്. എനിക്കറിയാം താജ് ഹോട്ടലിൽ ഇവിടെ എങ്ങനെയാണ് ഭീകരാക്രമണം നടന്നത്. 2G സ്പെക്ട്രം, കൽക്കരി കുംഭകോണം, ചോപ്പർ അഴിമതി, അങ്ങനെ എന്തോരം ബഹളം ഇവിടെ ഉണ്ടായിരുന്നു. നിർഭയ കേസ്, അങ്ങനെ പൊറുതി മുട്ടിയ കാലത്തായിരുന്നു നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം നരേന്ദ്രമോദി വന്നപ്പോൾ ഞങ്ങളെല്ലാം നല്ല ആൾക്കാർ, നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങൾ അത് വെറും മോശം എന്ന് പറഞ്ഞ് ഈ പുരോഗമനാത്മകമായിട്ടുള്ള നിലപാട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. രാജ്യത്തെ വിഘടിക്കാനുള്ളൊരു ശ്രമമാണ് യവന്മാർ നടത്തുന്നത്. യവന്മാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഒരു പുരോഗമനം ഇല്ലായിരുന്നു. അറിയാമല്ലോ, കന്യാകുമാരി മുതൽ അങ്ങ് കശ്മീർ വരെ റെയിൽവേ പാളത്തിൽ മലവിസർജനം നടത്തിക്കൊണ്ടിരുന്ന ടീമായിരുന്നു ഇന്ത്യൻ ജനത. നരേന്ദ്രമോദി വന്നപ്പോൾ വന്ദേ ഭാരത് ട്രെയിനുകൾ കൊടുത്തു. അത് കണ്ടാണ് പുതുതലമുറകൾ വരുന്നത്. ഒരു എക്സാമ്പിളാണ് പറയുന്നത്. അത് കണ്ടുവരുന്ന പുതുതലമുറയോട് വന്ദേ ഭാരത് ട്രെയിനിന്റെ കസേരയുടെ സ്ക്രൂ ഇളവുന്നു എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് പറഞ്ഞാൽ, രാഹുൽ ഗാന്ധി പറഞ്ഞാൽ വിശ്വസിക്കാൻ ആളുണ്ട്. പക്ഷേ അങ്ങനെ വിശ്വസിക്കുമ്പോൾ പോലും ഇവിടെയുള്ള ധ്രുവറാട്ടിയും ഗിവറാട്ടിയും ഒന്നും അടിച്ചൊതുക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയുന്നില്ല എന്നുള്ള ആരോപണം അപ്പുറത്തെ സൈഡിലുണ്ട്. പിന്നെ വേറെ പല ആൾക്കാരും പറയുന്നത് ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ സ്വയം കുത്തിച്ചത്തുള്ളൂ, അതുകൊണ്ട് നമ്മളൊന്നും പറയണ്ട എന്നാണ്. അങ്ങനെ പറഞ്ഞ് നാട്ടുകാർക്ക് മനസ്സിലായിക്കോളും എന്നാണ് വേറെ പല ആൾക്കാരും പറയുന്നത്. നമ്മുടെ വിഷയം അതൊന്നുമില്ല. നമ്മുടെ വിഷയം രാഹുൽ ഗാന്ധി അവിടെ അമേരിക്കയിൽ ചെന്ന് ഇൽഹാൻ ഒമർ എന്ന് പറഞ്ഞൊരു പെണ്ണുപിള്ളയെ കണ്ടിട്ടുണ്ട്. ആരാണ് ഇൽഹാൻ ഒമർ? ഈ ഇൽഹാൻ ഒമർ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ജൂത വിരോധിയും ഇസ്രായേൽ വിരോധിയും പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇന്ത്യ വിരോധിയുമാണ് ഈ ഇൽഹാൻ ഒമർ എന്ന് പറയുന്നത്.
പാക് അധീന കശ്മീരിലടക്കം ഇവർ സന്ദർശനം നടത്തിയിട്ടുണ്ട്. കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ അമേരിക്ക ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണം എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. പരിഹരിക്കണമെന്നല്ല, പ്രശ്നം വഷളാക്കണമെന്ന്, എന്റെ മിസ്റ്റേക്കാണ്. അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയെ നിലയ്ക്ക് നിർത്തണം എന്ന് അമേരിക്കയ്ക്ക് ഇവർ ഇടയ്ക്കിടയ്ക്ക് അന്ത്യശാസനം കൊടുക്കാറുണ്ട്. അവിടുത്തെ ഒരു സീതാറാം യെച്ചൂരി ഒരു ലെവൽ വരും. അങ്ങനത്തെ ഒരു അന്ത്യശാസനം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവർ വലിയ രീതിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇൻഡോ പസഫിക് റീജിയനിൽ ഇന്ത്യയെ അമേരിക്ക നിലയ്ക്ക് നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഇതിനൊന്നും പുല്ല് വില കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീ, നമുക്ക് വേണമെങ്കിൽ ഇവരൊരു പാക് ചാര വനിത എന്ന് വിളിക്കാം. ഇവരൊരു മുസ്ലിം സ്ത്രീയാണ്. അമേരിക്കൻ ഡെമോക്രാറ്റിക് കോൺഗ്രസിലുള്ള ഒരു യുവതിയാണ്. ആ യുവതി, അവിടെ 2 മുസ്ലിങ്ങൾക്ക് മാത്രമേ അവർ സ്ഥാനം കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണ് അവർ മുസ്ലിങ്ങളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ 2 മുസ്ലിങ്ങൾക്ക് സ്ഥാനം കൊടുത്തതിൽ ഒരു മുസ്ലിം ഇവരാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു മുസ്ലിമിന് സ്ഥാനം കൊടുത്തപ്പോഴേ ആ പാർട്ടി വന്നിട്ട് ഇന്ത്യ വിരുദ്ധ പാർട്ടിയായി മുദ്ര കുത്തപ്പെട്ടു എന്നുള്ളതാണ് വേറൊരു കാര്യം. ഡൊണാൾഡ് ട്രംപിന് ഇവരെ ഇഷ്ടമില്ല. ഡൊണാൾഡ് ട്രംപിന് ഇവരെ ഇഷ്ടമില്ല എന്ന് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. കമലാ ഹാരിസിന്റെ ആപ്പീസ് കൂട്ടിപ്പോയി. കമലാ ഹാരിസ് നിന്ന് പ്രസംഗിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് അപ്പുറത്ത് നിന്ന് പറഞ്ഞത്, കമലാ ഹാരിസ് എങ്ങാനും അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പിന്നെ അവിടെ ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് ജൂത വിരുദ്ധതയാണ് കമലാ ഹാരിസിന്റെ പാർട്ടിക്കകത്തും ഈ ഡെമോക്രാറ്റിക് കോൺഗ്രസിനകത്തുള്ള ഈ ഡെമോക്രാറ്റിക് പാർട്ടിക്കകത്തുമുള്ള ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വേറെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അമേരിക്ക പറഞ്ഞാൽ പോലും കേൾക്കാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ടും, പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെ കൊണ്ട് അമേരിക്കയ്ക്ക് വമ്പൻ ഉപയോഗം ഉള്ളത് കൊണ്ടും അമേരിക്ക ഇസ്രായേലിനെ താങ്ങി നിർത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോ ഇൽഹാൻ ഒമർ എന്ന് പറയുന്ന ഈ യുവതിയെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പോയി കണ്ടിരുന്നു. എന്തിന് രാഹുൽ ഗാന്ധി പോയി കണ്ടു? നമ്മുടെ ഇന്ത്യക്കെതിരെ പറയുന്ന ഇവരെ രാഹുൽ ഗാന്ധി എന്തിനു പോയി കണ്ടു എന്ന് പറയണം. അയ്യോ, മാനവസ്നേഹ മാധവസേവ അങ്ങനെയൊന്നും പറഞ്ഞു കളയല്ലേ ദയവ് ചെയ്ത്. മാനവസേവയില്ല മാധവസേവയില്ല എന്ന് നമുക്കറിയാം. കാരണം ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും വോട്ട് പിടുങ്ങാനായിട്ട് വെറുപ്പിന്റെ കട മാറ്റി സ്നേഹത്തിന്റെ കട തുറക്കുന്നു എന്നൊക്കെ പറഞ്ഞു വെക്കും. ഇവിടെയുള്ള ദളിതരെയും മറ്റു OBC-കാരെയും എല്ലാം കയ്യിലെടുത്ത് അവർക്കൊന്നും കിട്ടുന്നില്ല, ജാതി സെൻസസ് വേണമെന്ന് പറഞ്ഞ് രാജ്യത്ത് കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തും. എല്ലാവരും മനുഷ്യന്മാരല്ലേ? ഈ വെറുപ്പിന്റെ കട മാറ്റി സ്നേഹത്തിന്റെ കട തുറക്കുന്ന ആൾക്കാർക്ക് ജൂതന്മാരെ കൊന്നൊടുക്കണമെന്ന് പറയുന്ന ഈ സ്ത്രീയുമായിട്ട് എന്താണ് കമ്പനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് മറുപടി ഉണ്ടോ എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. എനിക്ക് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. എന്നോട് സോറോസും പിന്നെ മറ്റേ പിത്രോദ അണ്ണനൊക്കെ കാണാൻ പറയുന്നു, ഞാൻ പോയിരുന്ന് കാണുന്നു. കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന രാഹുൽ ഗാന്ധി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിഗംഭീരമായിട്ടുള്ള പ്രസ്താവന. ഇന്ത്യയിലെ സാംസ്കാരിക മേഖലയിൽ ദളിതരില്ല. ഇന്ത്യയിലെ സാംസ്കാരിക മേഖലയിൽ ദളിതരില്ല. ഇന്ത്യയിലെ സാംസ്കാരിക പോയറ്റ് ആയിക്കൊള്ളട്ടെ, മറ്റു പലരും ആയിക്കൊള്ളട്ടെ, അവിടെ ദളിതരില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അങ്ങനെ വാ തുറന്നാല് രാഹുൽ ഗാന്ധി ഇത് പറയുന്നത് രാജ്യത്തിനെ വലിയ രീതിയിലുള്ള ഒരു കലാപത്തിലും അപകടത്തിലേക്കും നയിക്കാനുള്ള ഒരു വെടിമരുന്നാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടെങ്കിൽ, രാഹുൽ ഗാന്ധി, ഞാനൊരു കാര്യം പറഞ്ഞുതരാം, അത്ര ആത്മാർത്ഥമാണെങ്കിൽ ഒരു ദളിത് സ്ത്രീയെ രാഹുൽ ഗാന്ധി വിവാഹം ചെയ്യണം എന്നാണ് രാജ്യത്തെ ഞാൻ അടക്കമുള്ള പല ആൾക്കാരുടെയും ആഗ്രഹം എന്ന് പറയുന്നത്. യു ഷുഡ് മാരി എ ദളിത് വുമൻ. അതാണ് രാഹുൽ ഗാന്ധി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദളിത് യുവതിയെ മാരി ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ത് ചെയ്യണം? സവർണ മേധാവിയാണല്ലോ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളും അത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ മാരി ചെയ്ത് രാഹുൽ ഗാന്ധി എന്ത് ചെയ്യണം? തൻ്റെ ആ ഒരു ചാരിത്ര ശുദ്ധി, അതായത് എനിക്ക് ദളിതരോടുള്ളത് വോട്ട് പിടുങ്ങാനുള്ളതല്ല, അല്ലെങ്കിൽ അവരെ വെച്ച് രാജ്യത്തെ വിഘടിക്കാനുള്ള ഒരു സെറ്റപ്പ് അല്ല, മറിച്ച് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇത് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി പ്രൂവ് ചെയ്യണം. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൽഹാൻ ഒമർ ഇവരൊരു സൊമാലി അമേരിക്കൻ പൗരയാണ്. അതായത് സൊമാലിയയിൽ നിന്നും മൈഗ്രേറ്റ് ആയി അമേരിക്കയിലെത്തിയ ദമ്പതികളുടെ മകളാണ് ഇവർ. ഇവരൊരു മുസ്ലിമാണ്. ആ പാർട്ടിയിലെ ആ കോൺഗ്രസിൽ 2 പേർക്ക് മാത്രമേ അങ്ങനെ മുസ്ലിമായിട്ട് അവർക്ക് സ്ഥാനം കൊടുത്തിട്ടുള്ളൂ. ഇവർ പലപ്പോഴും ഇന്ത്യ വിരുദ്ധത പറയുന്നുണ്ട്. ഇന്ത്യ വിരുദ്ധതയും ഇസ്രായേൽ വിരുദ്ധതയുമാണ് ഇവരുടെ മുഖമുദ്ര എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഡെമോക്രാറ്റിക് മെമ്പർ, അതായത് ഇൽഹാൻ ഒമർ ഒരു ഡെമോക്രാറ്റിക് മെമ്പർ ആയത് 2019 മുതലാണ്. മിനസോട്ടയുടെ 5ാമത്തെ കോൺഗ്രഷ്യൽ ഡിസ്ട്രിക്ട്, അതായത് മിനസോട്ട എന്ന് പറയുന്ന 5ാമത്തെ കോൺഗ്രഷ്യൽ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഇവർ വരുന്നത്. അവിടുത്തെ റെപ്രസെന്റേറ്റീവ് ആണ് ഇവർ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇവരുമായിട്ടാണ് രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയത്. ഇവർ മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നത്, ഇവരുടെ കൂടെ അമേരിക്കൻ താല്പര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന ബ്രാഡ്ലി ജെയിംസ് ഷെർമാൻ, ജൊനാഥൻ ജാക്സൺ, റോ ഖന്ന, ജീസസ് ജി ഗാർസിയ, ഇൽഹാൻ ഒമർ, ഹാങ്ക് ജോൺസൺ, ജാൻ ഷക്കോവ്സ്കി, അങ്ങനെയുള്ള പല ആൾക്കാരുമായിട്ടും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്.
ലെഫ്റ്റ് വിംഗ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആളാണ് ഇവരെന്ന് പറഞ്ഞല്ലോ. ആ പാർട്ടിയുടെ സ്ക്വാഡ് എന്ന് പറയുന്ന ടീമിലെ ആളാണ് ഇവർ ജൂതന്മാർക്കെതിരെ നിരന്തരമായിട്ട് വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇന്ത്യൻ ഡിപ്ലോമാറ്റിക്കും, അതായത് ഇന്ത്യയും കാനഡയുമായിട്ടുള്ള ഇന്ത്യൻ ഡിപ്ലോമാറ്റ് തകരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവർ. പോരാത്തതിന് സിഖ് സെപ്പറസ്റ്റ് ആയിട്ടുള്ള ഹർദീപ് സിംഗ് നിജാർ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഏതോ ഒരു അജ്ഞാതം തട്ടിക്കളഞ്ഞു കാനഡയിൽ പോയിട്ട്. നമുക്കതിൽ യാതൊരു പങ്കുമില്ല. ആ അജ്ഞാതം തട്ടിക്കളഞ്ഞ് ഇവന്റെ മരണം അന്വേഷിക്കണം എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം വെച്ചൊരു ടീമാണ് ഇവർ എന്നുള്ളത് വേറൊരു കാര്യമാണ്. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ പാക് അധീന കശ്മീർ മാത്രമല്ല, കശ്മീർ അടക്കം പിരിച്ച് പാകിസ്ഥാന്റെ കയ്യിലോട്ട് കൊടുക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ വിഭജിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇന്ത്യയുടെ തല എന്ന് പറയുന്ന കശ്മീരിനെ പിരിച്ച് പാകിസ്ഥാനിലേക്കും കൈ എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റിനെ പിടിച്ച് നേരെ ഇവാഞ്ചലിസ്റ്റിക് രാജ്യമാക്കുക എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവരെയാണ് രാഹുൽ ഗാന്ധി പോയി കണ്ടിരിക്കുന്നത്. അടി കൊടുക്കേണ്ട കേസാണ്. പക്ഷെ നമ്മുടെ കേന്ദ്ര സർക്കാർ മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ 2-3 കേന്ദ്രമന്ത്രിമാർ ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട്. ആ സിഖ് ടർപ്പന്റെ കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ആ സിഖ് ടർപ്പന്റെ കാര്യത്തിൽ എന്ത് അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞത്? മോനെ കുട്ട, ചരിത്രം പഠിച്ചിട്ട് വാടാ എന്നാണ് ഇവിടെയുള്ള കേന്ദ്രമന്ത്രിമാർ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അണ്ണ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് അണ്ണനെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.